എങ്ങനെയുണ്ട് നമ്മുടെ രാവിലത്തെ കാലാവസ്ഥ? രാവിലത്തെ കാലാവസ്ഥ കൊള്ളാം. കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാ അല്ലേ? അതെ അതെ. നല്ല അടിപൊളി കാലാവസ്ഥ. ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ നമ്മളെ തോട്ടത്തിൽ വരെ ഒന്ന് പോയി നോക്കുക. അവിടെ നിന്ന് പോയിട്ട് വരാം അല്ലേ? പോയിട്ട് വരാം. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? അതെ അതെ. നീ പോയിട്ട് വന്നിട്ട് വേണ്ട നിനക്ക് നീ സ്കൂളിൽ പോകാൻ. അങ്ങോട്ടാ മഞ്ഞ് കൂടുന്നു. കരുണാകരൻ മഞ്ഞ്, നല്ല മഞ്ഞ അല്ലേ? ആണോ? രാവിലെ തമിഴ്നാട്ടിലുള്ള അക്കാമാര് ഇവിടെ വന്ന് ബസ്സിന് വന്നിട്ട് പണിക്ക് പോകാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ടോ? ഇവിടുന്ന് താഴോട്ട് കരുണാപുരം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പോലെ നല്ല അടിപൊളി മഞ്ഞ അല്ലേ? ശരിയാ. രാവിലെ പള്ളിയൊക്കെ കണ്ടോ? നല്ല രസമാണ് കാണാൻ. മഞ്ഞിൽ മൂടി നിൽക്കുന്നുണ്ടോ? തൊട്ടപ്പുറത്തൊരു ടവർ അതിനെക്കാട്ടിലും വലുത്. അതെ അതെ. അച്ഛേ, നമ്മള് വളം കലക്കി ഒഴിച്ചിട്ട് 10 ദിവസമായെന്നല്ലേ പറഞ്ഞേ? ചെടിക്ക് എന്നാ വ്യത്യാസം വന്നേ? ചെടിക്ക് വ്യത്യാസം വന്നത് എന്നാന്ന് ചോദിച്ചാലേ, ഇതിന്റെ പുതിയ ഇലകൾ വരുന്നത് കണ്ടോ? പുതിയ ഇലകൾ വരുന്നത് നല്ല വീതിയുള്ള പച്ച കളറുള്ള ഇലകളാണ് വരുന്നത്. ഈ ഇല നല്ലപോലെ വിരിഞ്ഞു വന്നാൽ മൂട്, അതായത് ചോടെല്ലാം ക്ലിയർ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് ഇലയിൽ നിന്ന് മനസ്സിലാക്കാം ചെടിയുടെ കുഴപ്പം കേട്ടോ. ഇത് കണ്ടോ, ഈ തടിയൊക്കെ നമ്മൾ ഇതിനകത്തേ നമ്മൾ കുറേ മുരിക്കൊക്കെ വെട്ടി അതിൻ്റെ തടികളുണ്ടായിരുന്നു, ഇതെല്ലാം ഇതിനകത്ത് കുഴിച്ചിട്ടേക്കും. ഇത് എന്തിനാണ് ഇട്ടേക്കുന്നതെന്ന് അറിയാമോ? ഇല്ല. ഇതിങ്ങനെ കുഴിച്ചിടുവാണെങ്കിൽ ഇതിനകത്ത് നല്ല വളമാവും ഈ തടിയെല്ലാം. അതിനാണ് ഇത് കുഴിച്ചിട്ടേക്കുന്നത്. പൊടിഞ്ഞു ചേരും. പൊടിഞ്ഞു ചേരും. നമ്മൾ ജൈവവളം ഈടെ കലക്കി ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ചെടിക്ക് നല്ല കണ്ടോ. ഇപ്പോൾ വരുന്ന പുതിയ കൂമ്പ് കണ്ടോ? കൂമ്പ് കണ്ടോ? നല്ല വീതിയുള്ള ഇലയല്ലേ വരുന്നേ, പച്ച. ഇതാണ് ചെടിയുടെ വ്യത്യാസം. മനസ്സിലായോ? ചെടി ഹെൽത്തി ആണെങ്കിൽ കുറെ കാ കിട്ടുമോ? ചെടി ഹെൽത്തി ആണെങ്കിൽ ഇപ്പം നമുക്ക് ആരോഗ്യം ഉണ്ടെല്ലാം നമുക്ക് ജോലി ചെയ്യാനും നമുക്ക് അതിനുള്ള ഇത് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ചെടി ഹെൽത്തി ആണെങ്കിൽ നമുക്ക് അതിനുള്ള ആദായം കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ നല്ല കാ കിട്ടും. ഇനി ഇതിന്റെ ബാക്കി എന്നാ ചെയ്യണ്ടേ? ഇതിന്റെ ബാക്കി കുറച്ച് ചെയ്യാനുണ്ട്. നമുക്കേ തോട്ടത്തിലെ പരിപാടിയൊക്കെ നോക്കിക്കൊണ്ട് നിന്നാലേ നിനക്ക് സ്കൂളിൽ പോകാൻ സമയം പോകും. നിന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടേക്കാം. പെട്ടെന്ന് വാ. പോയേക്കാം. കുഞ്ഞി, നമുക്കേ മറ്റ് ജോലികൾ കാര്യങ്ങളൊക്കെ എന്തേരം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കൃഷി വേണം. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം തരും. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊരു വരുമാനവും കിട്ടും, നമുക്ക് മാനസികമായിട്ട് നല്ലൊരു സന്തോഷവും കിട്ടും. കൃഷി നശിച്ചു പോയാൽ സന്തോഷം നശിച്ചു പോയാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രസ്ഥാനമാണേലും ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാവും. കൃഷിക്കകത്തും വരും. ഒരു മിനിമം ലാഭമില്ലാതെ എന്ത് ചെയ്താലും നമുക്കത് പിന്നീടത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷെ കൃഷി ചെയ്താൽ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം കിട്ടും. അപ്പം അതിനെപ്പറ്റി നല്ലപോലെ പഠിച്ച് കുറച്ച് കൃഷിയൊക്കെ ചെയ്യണം കേട്ടോ. രാവിലെ നല്ല മഞ്ഞായിരുന്നു. ഇത് ഇപ്പം മഞ്ഞും നല്ല കിടുക്കാച്ചി മഴയും കൂടായി. എന്നാ മഴ ഭയങ്കരമായിട്ട് അതിശക്തമായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. ഇതെന്നാ മഴയല്ലേ? എന്നാ മഴയൊന്നും നല്ല മഴയാണ്. ഇപ്പം ഇന്ന് കുഞ്ഞി ആകെപ്പാടെ സങ്കടപ്പെട്ടാ. ഞാൻ കൊണ്ട വിട്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് PT പീരീഡ് കിട്ടുകയല്ല, മഴയും മഞ്ഞും ആയതുകൊണ്ട് ഇന്ന് PT തരുകയല്ലെന്നും പറഞ്ഞാൽ പോയേക്കുന്നത്. നിനക്ക് ഇന്ന് പോകണ്ടായിരുന്നല്ലോ? ഞാൻ ലീവ് എടുത്താ അല്ലേ? അപ്പോൾ അതിശക്തമായിട്ട് മഴ പെയ്യുന്നു. വെളിയിൽ നല്ല അടിപൊളി മഴയും മഞ്ഞും നല്ല കാറ്റും. ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥയാണ് കേട്ടോ. അമ്മ ഏതായാലും രാവിലെ കാപ്പിക്ക് നല്ല അടിപൊളി സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നാ അമ്മേ? പാലപ്പവും നല്ല സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോപ്പി കഴിച്ചാലോ? കഴിക്കാം. എന്നാ പിന്നെ ഇരുന്നു കഴിച്ചേക്കാം. പെട്ടെന്ന് നടക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ വെളിയിലത്തെ കാലാവസ്ഥ ഉണ്ടോ? എങ്ങനെയുണ്ട്? ഇത് തന്നെ ഒരു ക്ലൈമറ്റ് ആണോ ദൈവമേ? അപ്പോൾ നല്ല അടിപൊളി സ്റ്റൂവും പാലപ്പം കൂടെ നോക്കിയേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മയ്ക്ക് കറി വേണ്ടേ? പഞ്ചസാര മതിയോ? അമ്പലത്തിൽ പോകണം. അതുകൊണ്ട് കറി കൂട്ടുന്നില്ലേ? ചിക്കൻ ഇട്ടതാ.
ചിക്കൻ കറി ഉണ്ടാക്കാം, കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഉപ്പ് പോലും നോക്കിയില്ലല്ലോ. ആ അത് വേണ്ട. ഉപ്പുണ്ടോ? എന്നിട്ട് എന്നോട് മുമ്പേ ഒന്ന് ഉപ്പുണ്ടോന്ന് ചോദിച്ചു. ഉപ്പൊക്കെ ഉണ്ട്. ഞാൻ ഉപ്പൊന്നും നോക്കിയില്ല. ആണോ? കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറഞ്ഞു ആ ഉപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞല്ലേ അധികം കഴിച്ചത്. അപ്പം കൊള്ളാം കേട്ടോ, കറിയും കൊള്ളാം, അടിപൊളി. ഇനി കുഞ്ഞ് വരുമ്പോൾ അറിയാം സ്കൂളിലെ വിശേഷമൊക്കെ. കുഞ്ഞ് വന്നിട്ട് അവധി കൊടുക്കേണ്ടതായിരുന്നു. അതിന് മഴ പെയ്താതൊന്നും കളക്ടർ അറിഞ്ഞു കാണില്ല. അത് തന്നെയല്ല, മഴ ഇപ്പോഴല്ലേ ഇത്ര ശക്തിയായത്. ഇന്നലെ പെയ്താ പിന്നെ പകല് വലിയ പെയ്ത്തില്ലായിരുന്നു. ഇന്നലെ അന്ന് പെയ്യാറായപ്പോഴല്ലേ പെയ്ത്ത് തുടങ്ങി. പിന്നെ രാത്രിയിലും ചെറുതായിട്ട് ഒരുമാതിരി നല്ലപോലെ പെയ്തു രാത്രിയിലും. മതി. എന്നാ അമ്മ പണി? ഞാൻ കുറേ റോസക്കമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് നട്ട് വെക്കാം. ഇപ്പോൾ കവറിനകത്ത് ഇങ്ങനെ നട്ട് വെച്ചിട്ട് കുറച്ച് ഇത് പിടിച്ച് കഴിയുമ്പോഴേ ചട്ടി വാങ്ങിച്ചിട്ട് ചട്ടിക്കകത്ത് മാറ്റി വെക്കണം. ഇപ്പം നമ്മളിതെല്ലാം കരികിലെ മണ്ണും മുട്ടത്തോടും ചാരം എല്ലാം കൂടി മിക്സ് ചെയ്തതായത്. അപ്പം ഇതിനകത്തോട്ട് നടും. നട്ട് വെച്ചിട്ട് ഇത് കിളുത്ത് വന്നു കഴിയുമ്പോൾ ചട്ടിയിലോട്ട് മാറ്റും. ഞാൻ റോസത്തോട്ടം ഉണ്ടാക്കാൻ പോവാം. പിന്നെ മണ്ണിൽ നട്ട് വെച്ചപ്പോൾ മണ്ണിലെവിടെ നടാന്? മഴയൊക്കെ ആയിട്ട് അമ്പലത്തിൽ ആൾക്കാരുണ്ടായിരുന്നോ? ആ കുറച്ച് പേരൊക്കെ ഉണ്ട്, വരുന്നു, വന്നു വെച്ച് പോകുന്നു. രാവിലെ നല്ല ആളല്ലായിരുന്നു. ഇന്ന് ആയില്യം പൂജ ഇല്ലായിരുന്നു. ഇന്നായിരുന്നോ? ആ ഇന്നായിരുന്നു ആയില്യം പൂജ. എന്നാ മഞ്ഞ് കയറിയിട്ടങ്ങേ. ഞാൻ രാവിലെ പോകണമെന്ന് ഓർത്തോ, പിന്നെ അതുപോലെ മഞ്ഞുമായിരുന്നു. പിന്നെ രാവിലെ എല്ലാവർക്കും തിരക്കല്ലേ, വൈകിട്ടാണെങ്കിൽ സമാധാനമായിട്ട് പോകാമല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ വൈകുന്നേരം വരുന്നത്. നല്ല രസം അവിടെ. ഇതെന്തിനാ അച്ചമ്മച്ചി ചെറുപയർ വെള്ളത്തിരുന്നേ? ഇന്ന് വൈകിട്ട് കഞ്ഞിയും പയറും. അതിനാണോ? കഞ്ഞിയും പയറും കൂടിയേ, പയറിട്ട് കഞ്ഞി വെക്കാനാ. വീട്ടിൽ നിന്ന് കഞ്ഞി പയറും കൂടിയാ കഞ്ഞിയായിട്ട് കുടിക്കാൻ. അപ്പൊ അതിൻ്റെ അകത്തോട്ട് ഇനി കഞ്ഞി ഇട്ടാ വേവിക്കുന്നോ? ആ ഇത് പയർ വേകട്ടെ. എന്നാ പയർ വേവിക്കാല്ലേ? പയർ വേവിക്കാം. പയറ് കഴുകി അരിച്ച് അടുപ്പിൽ വെച്ചു. ഓക്കെ. ഇനി അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വെക്കണം. കൂടെ മതിയോ? ഇനി അത് അവിടെ ഇരുന്ന് വെന്ത് കഴിയുമ്പോൾ അടുത്ത പരിപാടി. ഇത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ചെയ്യാം. പയറ് കുത്തി ഇളകുന്ന പയറ് നല്ല വെന്ത് ഇതുണ്ടോ, നല്ല പഞ്ഞി പോലെ വെന്തു. ഇനി ഇതിനകത്തോട്ട് നമുക്കേ ചോറേ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അരിയും ചോറും കൂടെ ഇട്ടില്ല. ഇത് ഈ പയറിന് ഈ ഇതിനകത്തോട്ടേ കുറച്ച് ചോറ് അങ്ങോട്ടിടാം. എല്ലാവരും കുടിക്കുമോ? കുഞ്ഞു കുടിക്കുമോ? ഇതിനെന്നാന്നറിയാവോ കൂട്ടുന്നത്? നല്ല നാരങ്ങ അച്ചാറും ചമ്മന്തിപ്പൊടി. ഓംപ്ലേറ്റ് ഇല്ലേ? തേങ്ങ ഇതിനകത്തിടെ. തേങ്ങ ഇടാതെ വേണോ കുഞ്ഞിക്ക്? കുടിക്കുവോ? ഇനി തേങ്ങയും കൂടി ഇതിനകത്തോട്ടേ ഞാൻ ഞെരടി വെച്ചിരിക്കുന്ന തേങ്ങ വെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കട്ടെ നല്ലപോലെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കഴിച്ചേക്കാം. അച്ഛ വരുന്നതും കൂടെ നോക്കാം അല്ലേ? ഇതെന്നാ അമ്മ ഈ രാത്രി ഇരുന്ന് തയ്ക്കുന്നേ? രാത്രിയിലേ അച്ഛ എനിക്കൊരു ടോപ്പ് വാങ്ങിക്കൊണ്ട് വന്നു. അത് ഞാനൊന്ന് ഷേപ്പ് ചെയ്യുമായിരുന്നു. എനിക്ക് ടോപ്പ് റെഡിമെയ്ഡ് ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റേതായ രീതിയിലൊന്ന് റിപ്പയർ ചെയ്തെങ്കിലേ ഇട്ട് കഴിയുമ്പോൾ ഒരു സുഖമാകത്തുള്ളൂ. നല്ല കളറല്ലേ? കൊള്ളായിരിക്കും. എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല. കളറ് നല്ലതല്ലേ? അതെ കൊള്ളാം. നല്ല ടോപ്പാ. ഇപ്പം ഇതൊന്ന് അച്ഛ വരുമ്പോഴത്തേക്ക് സർപ്രൈസ് ആയിട്ടൊന്ന് റെഡിയാക്കി വെച്ച് ഇട്ട് നിൽക്കാനും. എന്നാ സെറ്റ് ആയിക്കോളൂ. വിളിച്ചു നോക്കിയേ. ഇപ്പൊ വരാന്ന് പറഞ്ഞു. തണുപ്പിന് പറ്റിയതാ. കഞ്ഞിയും പയറും, നല്ല ചൂട് കഞ്ഞി പയറുകൾ ഒന്നിച്ചിട്ട് വേവിച്ചതും ചമ്മന്തിപ്പൊടി. കർക്കിടക മാസത്തിലാ കഞ്ഞിയും പയറും ഒക്കെ കുടിക്കുന്നത്. നല്ല മഴയുള്ളപ്പോൾ കുടിക്കും, നല്ല ടേസ്റ്റാണ്. ഈ ചമ്മന്തിപ്പൊടി കൂടി ഇട്ട് കഴിഞ്ഞാണല്ലോ
അടിപൊളി സാധനം. നമ്മുടെ ചമ്മന്തിപ്പൊടി വാങ്ങിച്ച ആൾക്കാരെല്ലാം ചമ്മന്തിപ്പൊടി അടിപൊളിയാണെന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം നല്ലതായിട്ട് ചേർത്ത ഇഞ്ചി ഉള്ളിയും കരിയേപ്പിലയും എങ്ങനെയുണ്ട് കുഞ്ഞി? കൊള്ളാം. ചമ്മന്തിയും കൂടെ വരിയിട്ട് ഇളക്കിക്കോ, നല്ലതാ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കഞ്ഞിയും പയറൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കണം കേട്ടോ. ഇതൊക്കെയാണ് നാടൻ ഫുഡുകൾ. നല്ല അടിപൊളി സാധനം, ടേസ്റ്റ് ഒപ്പിക്കണ്ട് ഉണ്ട്. ചമ്മന്തി. കുഞ്ഞിക്ക് ചിക്കൻ വേണമെന്നുള്ളതാണ് ഒരു പ്ലാൻ. എനിക്ക് അത്രയും സന്തോഷം വരികയല്ലോ ഇതൊന്നും കിട്ടിയ. അല്ല കുഞ്ഞി, എന്നാലും കുഴപ്പമില്ലല്ലേ? കണ്ടോ, ചിക്കൻ മുട്ടയായിരുന്നെങ്കിൽ ഡബിൾ ഓക്കെ എന്ന് പറയുന്ന, കഞ്ഞിയും പയറായപ്പോൾ ഒരു ചെറിയൊരു വിഷമം പോലെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.